ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നും ചേർക്കാതെ തന്നെ നല്ല കട്ട തൈര് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഉറയില്ലാതെ തൈരുണ്ടാക്കാനുള്ള 3 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒഴിക്കാനുള്ള തൈര് കേടായി പോവുകയോ അല്ലെങ്കിൽ തീർന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങാറാണ് പതിവ്. ഇനി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഉറയില്ലാതെ തന്നെ നല്ല കട്ട തൈര് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 മാവിലയാണ് എടുത്തിട്ടുള്ളത്. മാവിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ. മാമ്പഴത്തിലുള്ളതുപോലെ തന്നെ വൈറ്റമിനുകളാലും ആൻറ്റി ഓക്സിഡൻറ്റുകളാലും സമ്പന്നമാണ് നമ്മുടെ ഈ മാവിലകളും. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരൊറ്റ മാവില മാത്രം മതി കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഒരു മാവില എടുത്ത് കത്രിക കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിലയും വെള്ളവും ചേർത്ത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റോളം തിളച്ചപ്പോഴേക്കും മാവിലയുടെ സത്തൊക്കെ ഇറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടും തണുത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തൈരുണ്ടാക്കാനുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല കട്ട തൈരുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീടുകളിൽ നിന്നും പാല് വാങ്ങാം. അങ്ങനെ വാങ്ങുന്ന പാലാണ് ഏറ്റവും നല്ലത്. അതിലാണ് ഏറ്റവും കൊഴുപ്പ് കൂടുതലുള്ളത്. അപ്പം നല്ല കട്ട തൈര് കിട്ടും. പാല് നമുക്കൊരു സോസ് പാനിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് കട്ട തൈര് കിട്ടില്ല. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഇളക്കി വേണം നമ്മുടെ പാല് തിളപ്പിച്ചെടുക്കാൻ. പാല് തിളച്ച് തുടങ്ങുമ്പോൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പാൽപ്പാട ഉണ്ടായി അത് കട്ട പിടിച്ച് തൈരിൽ അവിടെ ഇവിടെ കട്ട പോലെ കിടക്കും. പാൽപ്പാട ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഉടച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ പാൽപ്പാട ചൂടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ പാല് ഇളക്കി തിളപ്പിച്ചെടുക്കണം. തൈരുണ്ടാക്കാനായിട്ട് പാല് തിളപ്പിക്കുന്നതിനും ഒരു പരുവമൊക്കെ ഉണ്ട്. ആ പരുവത്തിന് തിളപ്പിച്ചാൽ മാത്രമേ നല്ല കട്ട തൈര് കിട്ടുകയുള്ളൂ. നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാല് ചെറുതായിട്ടൊന്ന് വറ്റി വരും. മാത്രമല്ല പാല് വെന്തതിൻ്റെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ആ സമയത്താണ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 6-7 മിനിറ്റോളം തിളപ്പിച്ചാണ് ഞാനിവിടെ പാല് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കൂടി നമുക്ക് ഈ പാലൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാലിൻ്റെ മുകളിൽ പാട ചൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. 2 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പാലൊന്ന് തണുപ്പിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഈ പാല് അടച്ചു വെച്ച് തണുപ്പിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നീരാവി പാത്രത്തിൽ തട്ടി പാലിലേക്ക് വീഴുകയും പാലിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കട്ട തൈര് കിട്ടില്ല. ഒന്നുകിൽ നമ്മുടെ പാൽപാത്രം ഒരു നെറ്റ് വെച്ചടയ്ക്കണം. അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് ഇതുപോലെ പകുതി ഭാഗം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നീരാവി പുറത്തേക്ക് തന്നെ പോയിക്കോളും. അതുപോലെ തന്നെ ഒഴിക്കുന്ന പാലിൻ്റെ ചൂടും കറക്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ കട്ട തൈര് കിട്ടുകയുള്ളൂ. പാൽ അവിടെ നിന്ന് തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ച മാവിലെ വെള്ളം തണുത്തൊന്ന് നോക്കാം. പിന്നെ ഈ വെള്ളം ഐസ് പോലെ തണുപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു ചെറിയ ചൂടുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. മാവിലെ വെള്ളം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം. കണ്ടോ, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ച് നമ്മൾ 1/2 ഗ്ലാസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതിലേക്ക് ഒരൊറ്റ നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടി പോകുമെന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ കല്ലുപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപ്പ് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പല്ലുകൾക്കും മോണകൾക്കുമുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ് നമ്മൾ ഉണ്ടാക്കിയ ഈ മാവില വെള്ളം. പല്ല് വേദന, പല്ല് പുളിപ്പ്, മോണ വീക്കം, അതുപോലെ വായിലുള്ള കുരുക്കൾ, അൾസർ ഇവയൊക്കെ പെട്ടെന്ന് മാറാൻ നല്ലൊരു മരുന്നാണിത്. അതുപോലെ തന്നെ ചിലരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വായ്നാറ്റം. വായ്നാറ്റം ഇല്ലാതാക്കാനും നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ മാവില വെള്ളം. വായ്നാറ്റമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ധാരാളം കെമിക്കലൊക്കെ അടങ്ങിയ മൗത്ത് വാഷൊക്കെ ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾ? എങ്കിൽ ഇനി അതൊന്നും വേണ്ട കേട്ടോ. ഒരൊറ്റ മാവില കൊണ്ട് ഇങ്ങനൊരു സൂത്രം ചെയ്താൽ മാത്രം മതി. ഇനി വായ്നാറ്റം ഉണ്ടാവുകയില്ല. രാത്രിയിലാണ് നമ്മുടെ മരുന്ന് അപ്ലൈ ചെയ്യേണ്ടത്. രാത്രിയിലെ ഫുഡൊക്കെ കഴിഞ്ഞ് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ വെള്ളം കൊണ്ട് വായൊന്ന് കുലുക്കുഴിഞ്ഞ് കുപ്പിളിച്ചാൽ മാത്രം മതി.
എത്ര കടുത്ത വായനാറ്റാണെങ്കിലും ഒരൊറ്റ യൂസ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. വൈറ്റമിനുകളാലും ആൻറ്റി ഓക്സിഡൻറ്റുകളാലും സമ്പന്നമായ മാവിലയും ഉപ്പും ചേരുമ്പോൾ നമ്മുടെ വായ്ക്കകത്തെ ബാക്ടീരിയകളെല്ലാം നശിച്ചു പോകും. അങ്ങനെ നമ്മുടെ വായ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കെമിക്കൽസ് ഒന്നും ചേരാത്ത ഈ വെള്ളം പതിവായി ഉപയോഗിച്ചാൽ നമ്മുടെ പല്ലുകളും മോണകളും ആരോഗ്യത്തോടെ ഇരിക്കുകയും വായുനാറ്റം ഇല്ലാതാവുകയും ചെയ്യും. ഇനിയിപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കുന്ന മടിയുള്ളവരാണെങ്കിൽ മാവില കൊണ്ട് ഇതുപോലൊരു സൂത്രം ചെയ്താലും വായുനാറ്റം അകറ്റാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ആ മാവിലയുടെ ഞെട്ടൊന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇല ഇതുപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഒരറ്റം വായിലേക്ക് വെച്ച് പല്ല് കൊണ്ട് കടിച്ച് ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഈ അറ്റം കൊണ്ട് പല്ല് തേച്ചാൽ മതി. പല്ലിലെ അണുക്കളും അഴുക്കുകളും എല്ലാം മാറി പല്ല് നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ മാവിലയുടെ ഈ ഗുണങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ. ഈ സമയം കൊണ്ട് തൈരുണ്ടാക്കാനുള്ള നമ്മുടെ പാല് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് ഉറയൊഴിക്കാം. പിന്നെ നമ്മുടെ പാല് ഒത്തിരി അങ്ങ് തണുത്ത് ഐസ് പോലെ ആകരുത് കേട്ടോ. ചെറിയൊരു ചൂടുണ്ടാവണം. അതായത് അമ്മിഞ്ഞപ്പാലിൻ്റെ ചൂടാണ് തൈരുണ്ടാക്കാനുള്ള പാലിന് വേണ്ടതെന്നാണ് പഴമക്കാർ പറയുന്നത്. ഉറയില്ലാതെ 3 വ്യത്യസ്ത രീതികളിലാണ് ഞാനിവിടെ തൈരുണ്ടാക്കുന്നത്. അതുകൊണ്ട് 3 പാത്രങ്ങളിലേക്ക് നമുക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഉറയുണ്ടാക്കാനായിട്ട് ആദ്യത്തെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഞെട്ടുള്ളതോ ഞെട്ടില്ലാത്തതോ ഏത് വേണേലും എടുക്കാം. പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 വറ്റൽമുളകാണ്. ഇതും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കാം. അടുത്ത പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ. ഒരു നാരങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കാം. ഒരു രാത്രി മുഴുവനും ഇങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ആദ്യം തുറക്കുന്നത് നാരങ്ങ നീര് ചേർത്ത പാലാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി കട്ട തേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന് നാരങ്ങയുടെ ചെറിയൊരു ഫ്ലേവറും ചെറിയൊരു പുളിപ്പും ഉണ്ടാകും. അത്രയും മാത്രമേ ഉള്ളൂ. അടുത്തത് പച്ചമുളക് ഇട്ട് വെച്ച പാലാണ് കേട്ടോ. അത് നല്ല കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണക്കമുളക് ഇട്ട് വെച്ച പാലും നന്നായിട്ട് തന്നെ തൈരായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളകിൻ്റെയും ഉണക്കമുളകിൻ്റെയും നാരങ്ങയുടെയൊക്കെ ചെറിയൊരു ഫ്ലേവർ ഉണ്ടാകും. അതുമാത്രമേ ഉള്ളൂ. ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി തൈരുണ്ടാക്കാൻ ഉറയില്ല എന്നോർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഈ ഐറ്റംസൊക്കെ വെച്ച് നല്ല കട്ട തൈരുണ്ടാക്കിയെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്